നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ 2024-25 വിഷുഫലങ്ങളാണ്. പൂയം നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം പൂയം നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന വർഷമാണ്. പ്രത്യേകിച്ച് വിവാഹമൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കാനുള്ള നല്ല സമയമാണ്. ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ തീർപ്പ് ഉണ്ടാവുന്നതാണ്, അതിൽ വിജയം ഉണ്ടാവുന്നതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായിട്ടുള്ള ഒരു സമയമാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്ന ഒരു സമയമാണ്. സ്വത്ത് ഭാഗം വെച്ച് പൂർവിക ധനമൊക്കെ കൈവരുന്ന ഒരു സമയം കൂടിയാണ്. ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറി വീണ്ടും ഒന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാരൊക്കെ ഒന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അത് അഹോരാത്ര പ്രവർത്തനങ്ങൾ കൊണ്ട് മാറുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം അത്ര മെച്ചമല്ല, ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകുന്ന ഒരു സമയമാണ്. എല്ലാത്തിനും ഒരു കഠിന അധ്വാനം തന്നെ വേണ്ടിവരുന്ന ഒരു സമയമാണ്. വിദേശത്ത് ജോലിയുള്ളവർക്ക് നല്ല സാധ്യതകളാണ് കാണുന്നത്. ജോലിയിൽ മുന്നേറ്റം കാണുന്നുണ്ട്. ബിസിനസ് പരമായിട്ട് ഉള്ള മുന്നേറ്റങ്ങളും കാണുന്നുണ്ട്. ജോലിയോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഒരുപാട് നാളായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളൊക്കെ ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ജീവിത രീതി അവലംബിക്കുന്നുണ്ട്. ആദരണീയരായ ആൾക്കാരുടെയൊക്കെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്നത് കൊണ്ട് ആത്മാഭിമാനം തോന്നുന്ന ഒരു സമയമാണ്. വർഷങ്ങൾക്ക് ശേഷം ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഉന്നതരുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മ പദ്ധതിയൊക്കെ രൂപപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. സമചിത്തതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലിയൊക്കെ നിങ്ങളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വർഷം ഒരുപാട് ധർമ്മ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിലവിലുള്ള ചെറിയ വാഹനമൊക്കെ മാറ്റി വലിയ വലിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യകാരണ സഹിതം ചില അപേക്ഷകളൊക്കെ നിങ്ങൾ അതിലൊക്കെ അംഗീകാരം ലഭിക്കുന്നുണ്ട്. അതൊക്കെ ശരിയായി വരുന്ന ഒരു സമയമാണ്. സങ്കല്പത്തിനനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിൽ ആത്മാഭിമാനമൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. ഭൂമി ക്രയവിക്രയങ്ങളിലൊക്കെ പണം മുടക്കിയതിന് ശേഷം അത് കൂടുതൽ ലാഭം വരുമ്പോൾ വിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിലൊക്കെ നിങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ചില കുടുംബാംഗങ്ങളുടെ മനോഭാവം നിങ്ങൾക്ക് മനോവിഷമത്തിന് ഇടയാക്കുന്നുണ്ട്. പൂയം നക്ഷത്രക്കാർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പരസ്പര വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ ഫലപ്രദമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജനസ്വാധീനം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ഈ വർഷം ഒരുപാട് അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ്. ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു വർഷം തന്നെ എന്ന് പറയാം. അതായത് ഒരുപാട് കാലം നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ഈ വർഷം നടന്നു പോകുന്നതായിട്ട് കാണാം. നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം നടക്കുന്നതായിട്ട് കാണാം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് നന്നായിരിക്കും. എല്ലാ ഞായറാഴ്ചയും ഉപവാസം എടുക്കുന്നതും വളരെ നന്നായിരിക്കും. ഇത്രയുമാണ് പൂയം നക്ഷത്രക്കാരുടെ 2024-25 വിഷുഫലം. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.